വെൽക്കം ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബേസിക് സ്റ്റിച്ചസ് ആയിട്ടുള്ള സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ ഇതാണ് കാണുന്നത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മുടെ സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും ഓൾറെഡി ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക. അതാണ് നമ്മുടെ ബേസിക് സ്റ്റിച്ച്, ഫൗണ്ടേഷൻ സ്റ്റിച്ച് എന്ന് പറയുന്ന എല്ലാ പ്രൊജക്ട്സിലും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ടു. എന്നിട്ട് ഞാനൊരു 5 ചെയിൻസ് ഇവിടെ ചെയ്യുകയാണ്. അപ്പോൾ സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഹുക്കിൽ നിന്നുള്ള സെക്കൻഡ് ചെയിനിലോട്ടാണ് ചെയ്യേണ്ടത്. എല്ലാ പ്രൊജക്ട്സിലും ഫസ്റ്റ് ചെയിൻ നമ്മൾ ഒഴിവാക്കിയിട്ട് സെക്കൻഡ് ചെയിനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഹുക്ക് സെക്കൻഡ് ചെയിനിലോട്ട് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ യാണിനെ അതിലൂടെ പുൾ ചെയ്യുക. പുൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 ലൂപ്പ് ഹുക്കിൽ വന്നു, ഇതുപോലെ 2 ലൂപ്പ്. എന്നിട്ട് ആ യാൺ ഓവർ ചെയ്യുക, ഇതിലൂടെ പുൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ സിംഗിൾ ക്രോഷേ റെഡിയായി. അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം. നമ്മൾ സെക്കൻഡ് ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് യാൺ ഓവർ ചെയ്തു. എന്നിട്ട് ആ സ്റ്റിച്ചിലൂടെ ഇൻസേർട്ട്, അതായത് പുൾ ചെയ്തു യാണിനെ. അപ്പം 2 ലൂപ്പ് വരും. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ഈ ലൂപ്പിലൂടെ പുൾ ചെയ്യുക. ഇതുപോലെ പുൾ ചെയ്തെടുക്കുക. അപ്പം സിംഗിൾ ക്രോഷേ റെഡിയാവും. അപ്പോൾ അടുത്തത് ഇനി കാണിക്കാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷേ ആണ്. ഹാഫ് ഡബിൾ ക്രോഷേയിൽ ഫസ്റ്റ് നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ യാണിനെ പുൾ ചെയ്തെടുക്കുന്നു. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ഉണ്ട്. അപ്പം 3 ലൂപ്സ് ഉണ്ട്. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഈ 3 ലൂപ്സിലൂടെയും ആ യാണിനെ പുൾ ചെയ്തെടുക്കുന്നു. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നോടെ കാണിക്കാം. നമ്മൾ ആദ്യം യാൺ ഓവർ ചെയ്യുന്നു. യാൺ ഓവർ എന്ന് പറഞ്ഞാൽ ഹുക്കിൻ്റെ മുകളിലൂടെ യാണിനെ എടുക്കുന്നത്. എന്നിട്ട് സെക്കൻഡ് ചെയിനിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്ത് യാണിനെ പുൾ ചെയ്തിട്ട് ആ 3 ലൂപ്സിലൂടെ വലിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. അടുത്തത് ഡബിൾ ക്രോഷേ. ഇവിടെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെയിം പ്രോസസ്സ്, യാൺ ഓവർ ചെയ്യുന്നു, ഹുക്ക് സെക്കൻഡ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ചെയ്യുന്നു, യാണിനെ പുൾ ചെയ്യുന്നു, 3 ലൂപ്സ് ഫോമായി. എന്നിട്ട് ഡബിൾ ക്രോഷേയിൽ നമ്മൾ ആദ്യത്തെ 2 ലൂപ്പ് ഉണ്ടല്ലോ, അതിലൂടെ യാണിനെ പുൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും 2 ലൂപ്സ് വന്നു. എന്നിട്ട് ആ 2 ലൂപ്പിലൂടെ ഒന്നുകൂടെ യാണിനെ പുൾ ചെയ്തെടുക്കുക. ഇതാണ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഇത് 2 ലെയർ പോലെ, അല്ലെ കുറച്ചുകൂടെ പൊക്കം പോലെ കിട്ടും. ഒന്നോടെ പറയാം. നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, യാണിനെ പുൾ ചെയ്തെടുക്കുന്നു, 3 ലൂപ്സ് കിട്ടും. അപ്പം വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് 2 ലൂപ്പിലൂടെ യാണിനെ പുൾ ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് വരും. അതിലൂടെ പിന്നെയും യാണിനെ പുൾ ഓവർ ചെയ്യുന്നു. അതാണ് നമ്മുടെ ഡബിൾ ക്രോഷേ. ഇനി ട്രിപ്പിൾ ക്രോഷേ. ഇതിൽ നമ്മൾ യാൺ ഓവർ ചെയ്യുമ്പോൾ 2 തവണ ഇതുപോലെ
യാൺ ചുറ്റിയെടുക്കും. എന്നിട്ട് നമ്മൾ ഹുക്കിനെ ചെയിനിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തിട്ട് യാൺ പുള്ള് ചെയ്തെടുക്കുമ്പോൾ നമുക്കിവിടെ 4 ലൂപ്സ് കിട്ടും. ആദ്യത്തെ 2 ലൂപ്പിലൂടെ യാണിനെ പുള്ള് ചെയ്തെടുക്കുക, അപ്പോൾ 3 ലൂപ്പ് കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞുള്ള 2 ലൂപ്സിലൂടെ യാണിനെ പുള്ള് ചെയ്തെടുക്കുക, അപ്പോൾ 2 ലൂപ്പ് കിട്ടും. എന്നിട്ട് ഒന്നോടെ ബാക്കിയുള്ള 2 എണ്ണത്തിലൂടെ യാണിനെ പുള്ള് ചെയ്തെടുക്കുക, അപ്പോൾ ട്രിപ്പിൾ ക്രോഷയും റെഡിയായി. അപ്പം താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.